ആകാശവാണി. നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് ഗോപകുമാർ. രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയുടെ 78ാം രക്തസാക്ഷിത്വ ദിനത്തിൽ ആദരാഞ്ജലികൾ അർപ്പിച്ച രാജ്യം. ഗാന്ധിജി അന്ത്യവിശ്രമം കൊള്ളുന്ന ന്യൂഡൽഹിയിലെ രാജ്ഘട്ടിൽ ഇന്ന് സർവ്വമത പ്രാർത്ഥന നടന്നു. രാഷ്ട്രപതി ദ്രൌപദി മുർമു, ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ള നേതാക്കൾ രാജ്ഘട്ടിലെത്തി മഹാത്മാഗാന്ധിക്ക് ആദരം അർപ്പിച്ചു. വികസിതവും സ്വയം പര്യാപ്തവുമായ ഇന്ത്യയ്ക്കായുള്ള സ്വദേശി പ്രസ്ഥാനത്തിന് ഗാന്ധിജി എക്കാലവും പ്രാധാന്യം നൽകിയിരുന്നതായി പ്രധാനമന്ത്രി അനുസ്മരിച്ചു. ഗാന്ധിജിയുടെ വ്യക്തിത്വവും പ്രവർത്തനങ്ങളും ജനങ്ങളെ കർത്തവ്യത്തിന്റെ പാതയിലൂടെ സഞ്ചരിക്കാൻ പ്രചോദിപ്പിക്കുമെന്നും ശ്രീ മോദി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. രക്തസാക്ഷിത്വ ദിനത്തോടനുബന്ധിച്ച് രാജ്യമെമ്പാടും ഇന്ന് അനുസ്മരണ പരിപാടികൾ നടക്കുന്നുണ്ട്. ആദരസൂചകമായി 2 മിനിറ്റ് നേരത്തെ മൌനാചരണവും ഇന്ന് നടന്നു. 2026-27 സാമ്പത്തിക വർഷത്തിലേക്കുള്ള കേന്ദ്ര ബജറ്റ് ധനമന്ത്രി നിർമ്മല സീതാരാമൻ മറ്റന്നാൾ രാവിലെ 11-ന് പാർലമെന്റിൽ അവതരിപ്പിക്കും. ശ്രീമതി സീതാരാമൻ തുടർച്ചയായി അവതരിപ്പിക്കുന്ന 9ാമത്തെ ബജറ്റാണിത്. ബജറ്റിന് മുന്നോടിയായുള്ള സാമ്പത്തിക സർവേ ഇന്നലെ പാർലമെന്റിന്റെ മേശപ്പുറത്ത് വച്ചു. പാർലമെന്റ് ബജറ്റ് സമ്മേളനത്തിന്റെ ആദ്യഘട്ടം അടുത്ത മാസം 13 വരെയും രണ്ടാം ഘട്ടം മാർച്ച് 9 മുതൽ ഏപ്രിൽ 2 വരെയുമാണ് നടക്കുക. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ അസമിലെ ദിബ്രുഗഡിൽ നിരവധി വികസന പദ്ധതികൾക്ക് അല്പസമയം മുൻപ് തുടക്കം കുറിച്ചു. അസം നിയമസഭയുടെ 2ാം മന്ദിര സമുച്ചയം, MLA ഹോസ്റ്റൽ, ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വൈൽഡ് ലൈഫ് ഹെൽത്ത് ആൻഡ് റിസർച്ച് എന്നിവയുടെ ശിലാസ്ഥാപനം കേന്ദ്ര ആഭ്യന്തരമന്ത്രി നിർവഹിച്ചു. രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിക്ക് ശ്രീ അമിത്ഷാ ചടങ്ങിൽ ആദരം അർപ്പിച്ചു. 35,000 പേരെ ഉൾക്കൊള്ളാൻ കഴിയുന്ന അത്യാധുനിക സ്റ്റേഡിയത്തിന്റെ ആദ്യഘട്ട ഉദ്ഘാടനവും രണ്ടാം ഘട്ടത്തിന് തറക്കല്ലിടലും ശ്രീ അമിത്ഷാ നിർവഹിച്ചു. കായിക മേഖലയിലെ അടിസ്ഥാന സൌകര്യ വികസനത്തിനായി നരേന്ദ്രമോദി സർക്കാർ നിരവധി പദ്ധതികൾ ആവിഷ്കരിച്ചതായി അദ്ദേഹം പറഞ്ഞു. യുവ കായിക താരങ്ങൾക്ക് സർക്കാർ എല്ലാ പിന്തുണയും നൽകുന്നതായും അദ്ദേഹം പറഞ്ഞു. ഗുവാഹത്തിയിൽ BJP ആസ്ഥാനത്ത് പാർട്ടി പ്രവർത്തകരുമായി അദ്ദേഹം ഇന്ന് വൈകുന്നേരം സംവദിക്കും. സംസ്ഥാനത്ത് തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ ഭാഗമായി കരട് വോട്ടർ പട്ടികയുമായി ബന്ധപ്പെട്ട അവകാശവാദങ്ങളും പരാതികളും സമർപ്പിക്കാനുള്ള സമയപരിധി ഇന്ന് അവസാനിക്കും. കരട് വോട്ടർ പട്ടികയിലുള്ള അനർഹരുടെ പേര് നീക്കം ചെയ്യുന്നതിന് 16,007 അപേക്ഷകൾ നേരിട്ടും പേര് ഉൾപ്പെടുത്തുന്നതിന് 9,27,484 അപേക്ഷകളും ലഭിച്ചു. അന്തിമ വോട്ടർ പട്ടിക അടുത്ത മാസം 21-ന് പ്രസിദ്ധീകരിക്കും. ലോക കേരള സഭയുടെ 5ാം സമ്മേളനത്തിന്റെ 2ാം ദിനത്തെ പരിപാടികൾ തിരുവനന്തപുരത്ത് പുരോഗമിക്കുന്നു. കേരള സമൂഹത്തെയും സംസ്കാരത്തെയും സൃഷ്ടിക്കുന്നതിൽ കേരളത്തിന് പുറത്തുള്ളവർക്കും വലിയ പങ്കുണ്ടെന്ന് പ്രതിനിധി സമ്മേളനത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. നവകേരള സൃഷ്ടിക്കായി എല്ലാ കേരളീയരും ഒത്തൊരുമയോടെ മുന്നോട്ട് നീങ്ങണമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ലോക കേരള സഭാ സമീപന രേഖയും മുഖ്യമന്ത്രി സമർപ്പിച്ചു. സ്റ്റുഡന്റ് മൈഗ്രേഷൻ പോർട്ടൽ, എയർപോർട്ട് ഹെൽപ്പ് ഡെസ്ക്, ഷെർപ്പ പോർട്ടൽ, ലോക കേരളം ഓൺലൈൻ സേവനങ്ങൾ എന്നിവയുടെ ഉദ്ഘാടനവും അദ്ദേഹം നിർവഹിച്ചു. ഇന്ന് 8 വിഷയങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള ചർച്ചകളും 7 മേഖലാ സമ്മേളനങ്ങളുമാണ് നടക്കുന്നത്. വൈകുന്നേരം മ്യൂസിക്കൽ കലൈഡോസ്കോപ്പ് അരങ്ങേറും. തിരുവനന്തപുരത്തെ തെരുവുനായ പ്രശ്നം പരിഹരിക്കാനുള്ള നടപടികൾ ആരംഭിച്ചതായി മേയർ VV രാജേഷ്. ആദ്യഘട്ടത്തിൽ 50 നായകളെ പിടികൂടി പൂവാറിലുള്ള സ്വകാര്യ ഷെൽട്ടറിലേക്ക് മാറ്റി. നായകളെ വന്ധ്യംകരിച്ചും വാക്സിൻ നൽകിയ ശേഷവുമാണ് ഷെൽട്ടറിലേക്ക് മാറ്റിയത്. ആവശ്യമുള്ള വാക്സിനുകൾ തുടർന്നും ലഭ്യമാക്കുമെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഇന്ത്യ ന്യൂസിലൻഡ് T20 പരമ്പരയിലെ 5ാം മത്സരം നാളെ തിരുവനന്തപുരത്ത് നടക്കും. വൈകുന്നേരം 7 മണിക്ക് കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിലാണ് പോരാട്ടം. ക്രിക്കറ്റ് മത്സരത്തിന്റെ പശ്ചാത്തലത്തിൽ നഗരത്തിൽ സുരക്ഷാ സന്നാഹങ്ങൾ ശക്തമാക്കി. ഗ്രീൻഫീൽഡ് സ്റ്റേഡിയവും പരിസരവും ഇന്നും നാളെയും റെഡ് സോണായി പ്രഖ്യാപിച്ച് ഡ്രോൺ ക്യാമറകൾ, ഡ്രോണുകൾ, ലേസർ ബീം ലൈറ്റുകൾ തുടങ്ങിയവ നിരോധിച്ചിട്ടുണ്ട്. മത്സരം കാണാൻ എത്തുന്നവർ സ്വകാര്യ വാഹനങ്ങൾ ഒഴിവാക്കി മത്സരത്തോടനുബന്ധിച്ച് ഏർപ്പെടുത്തിയിരിക്കുന്ന പ്രത്യേക സർവീസുകൾ ഉപയോഗിക്കണമെന്ന് കേരള ക്രിക്കറ്റ് അസോസിയേഷൻ അഭ്യർത്ഥിച്ചു. സംസ്ഥാനത്ത് സ്വർണ്ണവില ഇന്ന് ഉച്ചയ്ക്ക് ശേഷം വീണ്ടും കുറഞ്ഞു. വ്യാഴാഴ്ച കുത്തനെ ഉയർന്ന സ്വർണ്ണവില ഇന്ന് രാവിലെ 5,240 രൂപ കുറഞ്ഞ് 1,25,120 രൂപയിൽ എത്തിയിരുന്നു. ഉച്ചയോടെ ഇത് വീണ്ടും 1,040 രൂപ കുറഞ്ഞ് 1,24,080 രൂപയായി. 1 ഗ്രാം സ്വർണ്ണത്തിന്റെ വില 15,510 രൂപയായി. മുന്നാക്ക സമുദായങ്ങളിലെ പിന്നാക്കം നിൽക്കുന്ന സ്ത്രീകളുടെ സാമ്പത്തിക സ്വയം പര്യാപ്തത ലക്ഷ്യമിട്ട് സംസ്ഥാന മുന്നാക്ക സമുദായ ക്ഷേമ കോർപ്പറേഷൻ നടപ്പിലാക്കുന്ന സമുന്നതി യാത്ര പദ്ധതിക്ക് തുടക്കമായി. ഈ യാത്രയുടെ ഫ്ളാഗ് ഓഫ് കോർപ്പറേഷൻ ചെയർമാൻ KG പ്രേംജിത്ത് നിർവഹിച്ചു. ഇലക്ട്രിക് ഓട്ടോ വാങ്ങുന്നതിനായി മൂലധന സബ്സിഡിയായി 1 ലക്ഷം രൂപ വരെ അല്ലെങ്കിൽ ലോൺ തുകയുടെ 40% തുക അനുവദിക്കുന്നതാണ് പദ്ധതി. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.